നമസ്കാരം. ഐസ് വേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പീരീഡ്സിൻ്റെ വേദന എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു 10 ടിപ്സ് ആയിരിക്കും ഇതിനകത്ത് കൂടെ പറയുന്നത്. നമുക്ക് പല സമയത്തും ഈ പീരീഡ്സിൻ്റെ സമയത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചില ആൾക്കാർക്ക് അതൊരു നോർമൽ ചെറിയ വേദനയിൽ തന്നെ ഒതുങ്ങുന്നതായിരിക്കും. ചിലവർക്ക് ഭയങ്കരമായ നടുവേദന, വയറുവേദന, അതുപോലെ കൈയും കാലിനൊക്കെ ഭയങ്കര കടച്ചിലായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഈ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലൊരു 10 ടിപ്സ് ആയിരിക്കും ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പീരീഡ്സിന് മുന്നേ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് ആദ്യം പറയാം. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പീരീഡ്സിന് മുന്നേ ഒരു 5 ദിവസം മുന്നേ ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവർ ഒരു മൃദു വിരോചനം എന്നുള്ള രീതിയിൽ അവിപത്തി ചൂർണ്ണം അല്ലെങ്കിൽ ത്രിഫല ചൂർണ്ണം നമ്മൾ ഒരു 5 ഗ്രാം വെള്ളത്തിൽ കലക്കി അടുത്ത ദിവസം അത് വിരേചനം, അതായത് തലേദിവസം തന്നെ കഴിച്ചിട്ട് വിരേചനം ചെയ്യാം. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഡൈജഷനൊക്കെ ആണെങ്കിലും നമ്മുടെ ഗട്ട് ഒന്ന് ക്ലിയർ ആവുന്നത് തന്നെ നമുക്ക് കുറച്ചും കൂടി പീരീഡ്സ് കുറച്ചും കൂടി ഒരു വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കും. അതേപോലെ ഈ ഒരു 5 ദിവസം നമ്മൾ കൂടുതലും കുറച്ചിട്ട് വെജ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ചായ, കാപ്പി തുടങ്ങിയ ഈ കഫേൻ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളും അതുപോലത്തെ ഡ്രിങ്ക്സും നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് കുറച്ചും കൂടി യോഗ, പ്രാണായാമം പോലുള്ളവയും അതുപോലെ ചെറിയ മൈൽഡായിട്ടുള്ള എക്സസൈസും ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് മുന്നുള്ള അതിന് ഒരു പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും. അത് ഇനി പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന വേദന, ബ്ലീഡിംഗ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റ് തെറാപ്പി, അതായത് നമ്മൾ ഹോട്ട് ബാഗ് ഒക്കെ വെച്ചിട്ട് ചൂട് കൊടുക്കുക, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു സമയത്ത് ഇഞ്ചി വെച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാം. അത് നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നന്നായി വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം നമുക്ക് അടുത്ത ദിവസം കുടിക്കാവുന്നതാണ്. പിന്നെ നന്നായി വെള്ളം കുടിക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഒരു പ്രാണായാമം പോലുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ യോഗ പോസസൊക്കെ ചെയ്യുന്നതും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ പീരീഡ്സിനെ ഇതൊന്ന് ഓവർകം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു എഫക്റ്റീവായിട്ടുള്ള ടിപ്സുമായിട്ട് വരുന്നവരെ